ആർട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു പോയിന്റിലെത്തി സ്റ്റക്കായി നിൽക്കുക, അല്ലെങ്കിൽ ചെയ്തിട്ട് എന്നെക്കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ നിർത്തിപ്പോവുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൽ കൂടുതലും കണ്ടുവരുന്നൊരു കാര്യമാണ്. നിങ്ങളൊരു ബിഗിനർ ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ട് ജേണിയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ സ്റ്റക്കായി കിടക്കുന്ന പോയിന്റിൽ നിന്ന് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇനീഷ്യലി എനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും ആ ഒരു ഫേസിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് എനിക്ക് വരയ്ക്കാനുള്ള അത്രയും ടാലൻ്റ് ഒന്നുമില്ല, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടാനുള്ള അത്രയൊന്നും ടാലൻറ്റ് എനിക്കില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം ഇനീഷ്യലി വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ടാലൻറ്റ് മാത്രമല്ല, അതുകൂടാണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ്, ആ സ്റ്റക്കായി കിടക്കുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് ഒരുപാട് മുമ്പോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയെടുത്തത് ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ അല്ലെങ്കിൽ കുറച്ച് വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ്. ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള 2+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്, ഇത് ശരിക്കും ഒരു ബിഗിനർ മിസ്റ്റേക്ക് മാത്രമായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് മിസ്റ്റേക്സും അതിനുള്ള സൊല്യൂഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആവും. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വിനി ഹിയർ. ഐ എം ആൻ ആർട്ടിസ്റ്റ്, എ സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്പർ 1, കമ്പയറിങ് യുവർ ആർട്ട് ടു അതേഴ്സ്. നിങ്ങളുടെ ആർട്ട് വർക്ക് മറ്റൊരാളുടെ വർക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ഇപ്പം നിങ്ങളൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ, ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തായാലും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആർട്ട് വർക്ക്സും, ആ ഒരു 30 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്ക്സുമാണ്. അത്രയും റീച്ച് പോയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് കാണുമ്പോൾ അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക്സ് ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അത്രയും അടിപൊളിയായിട്ടുള്ള ആർട്ട് വർക്കിനെ നമ്മുടെ ബിഗിനർ ആയിട്ടുള്ള നമ്മുടെ ആർട്ട് വർക്കുമായിട്ട് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ കമ്പയറിങ് അവർ ചാപ്റ്റർ 1 ടു സംവൺസ് ചാപ്റ്റർ 10. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഈവൻ എനിക്കും ആ ഒരു മിസ്റ്റേക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നു. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്കാണത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ എത്രയോ നാളത്തെ പ്രാക്ടീസിലായിരിക്കും ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുക. നമ്മളൊരു ബിഗിനർ ലെവലിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്കത് കമ്പയർ ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ ഉള്ള ഏറ്റവും വലിയൊരു കാരണം. ഇനി പോയിന്റ് നമ്പർ 2, എക്സ്പെക്റ്റിംഗ് ഇൻസ്റ്റൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റണം, അത്രയും പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. ആർട്ട് എന്ന് പറയുന്ന കാര്യത്തിൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ നാളത്തെ നമ്മുടെ സ്ട്രഗിൾ, അല്ലെങ്കിൽ നമ്മുടെ ശ്രമത്തിൻ്റെ അത്രയും നാൾ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഒരിക്കലും ഇൻസ്റ്റൻ്റ് അല്ല. നമുക്ക് മനുഷ്യന്മാർക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു 2-3 ഡ്രോയിങ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, 2-3 പ്രാവശ്യം സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ പെയിൻറ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ നിർത്തിപ്പോവും. ആ ഒരു ബിഗിനർ ലെവലിൽ തന്നെ ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ള രീതിയിൽ നിർത്തിപ്പോവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുമ്പോട്ട് പോവില്ല. അതവിടെ നിർത്തിയിട്ട് ആ പരിപാടി മതിയാക്കിയിട്ട് പോകും. എന്നല്ലാണ്ട് നിങ്ങൾക്കതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇതിനൊരു സൊല്യൂഷൻ പറയുകയാണെങ്കിൽ, ആർട്ട് ജേണൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു സ്കെച്ച് ബുക്കോ ചെറിയ നോട്ട് ബുക്കോ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ റഫായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ബുക്ക് എന്തായാലും കയ്യിൽ കരുതുക. എന്നിട്ട് ഇതിൽ ഡെയിലി എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ, അതൊരു കുറച്ച് ലൈൻസ് ഇടുന്നതായാലും സർക്കിൾസ് ആയാലും കുറച്ച് ഷേപ്സ് ആയാലും എന്തോ ആയിക്കോട്ടെ, ഡെയിലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കാം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ചെയ്തു വരാം. ഒരു 1 മന്ത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. 1 മന്തിൽ തന്നെ നിങ്ങൾക്ക് ഡേ 1 തൊട്ട് ഡേ 30 വരെയുള്ള ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾ ആ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ആ ഒരു സ്കെച്ച് ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഒരിക്കലും ആർട്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെർഫെക്ഷൻ കിട്ടുന്ന ഒരു സംഭവമല്ല. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പേഷ്യൻസോട് കൂടി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു
ലെവലിലേക്ക് നമ്മുടെ സ്കില്ലിനെ എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് പോയിന്റ് നമ്പർ 3യിലേക്ക് പോവാം. പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓവർ തിങ്കിങ്. കുറേ സ്കെച്ച് ബുക്കൊക്കെ വാങ്ങിച്ചു വെക്കും, പക്ഷെ ഒന്നിലും സ്കെച്ച് ചെയ്യാൻ പോവില്ല. കാരണം ഇത് മോശമായിട്ട് വരൂലേ, അല്ലെങ്കിൽ ആ സ്കെച്ച് ബുക്കിൽ പെർഫെക്റ്റ് അല്ലാത്ത രീതിയിൽ വരച്ച് കണ്ടുകഴിഞ്ഞെങ്കിൽ മോശമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ സ്കെച്ച് ബുക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ പൂഴ്ത്തി വെക്കും, ഇങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കും, അതിലൊന്നും വരയ്ക്കാൻ പോവില്ല. എനിക്കും ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം. ഇനീഷ്യലി ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തിരുന്നത് ഓരോ പ്രാവശ്യം ആർട്ട് സ്റ്റോറിലോ സ്റ്റേഷനറി സ്റ്റോറിലോ പോയി കഴിഞ്ഞെങ്കിൽ പുതിയ പുതിയ സ്കെച്ച് ബുക്ക് വാങ്ങിയിട്ട് വരും. പുതിയ പുതിയ മോഡൽസ് കണ്ടാൽ വാങ്ങും, പല സൈസിലുള്ളത്, ചിലപ്പോൾ ഒരേപോലെ ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നല്ലാണ്ട് ഞാനതിലൊന്നും സ്കെച്ച് ചെയ്യാൻ പോവാറില്ല. പിന്നെ അവസാനം ഇതിങ്ങനെ വരക്കാത്ത കുറേ സ്കെച്ച് ബുക്കുകൾ ഉണ്ടെന്നല്ലാണ്ട് അതിലൊന്നും കാര്യമായിട്ടൊന്നും വരക്കാറോ അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറയാൻ പാകത്തിന് സ്കെച്ചസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്ത പോലെ ആയിപ്പോയി. പിന്നെ ഞാൻ വരയ്ക്കാൻ തുടങ്ങി. ഇത് ചിലപ്പം മോശമായിരിക്കാം, ആരെയും കാണിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ആർട്ട് വർക്ക്സ് ആയിരിക്കാം. പക്ഷേ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കൈ നല്ല സ്മൂത്തായിട്ട് വരണം എന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല നീറ്റായിട്ട് വരച്ച് എടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കൈ നല്ല പോലെ വഴങ്ങണം. അങ്ങനെ കൈ നല്ല പോലെ വഴങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിപ്പം മോശമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ മൈൻഡിൽ തോന്നുന്ന എന്ത് കാര്യമാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഗാലറി തുറന്ന് നോക്കിക്കഴിഞ്ഞെങ്കിൽ ഫോൺ ഗാലറിയിൽ നമുക്ക് ഒരുപാട് ഡെയിലി ക്യാപ്ചർ ചെയ്ത ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാവും. ലാൻഡ്സ്കേപ്പ് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിരുന്നിട്ട് അങ്ങനെ നോക്കി വരക്കാം. ഭംഗിയില്ലാത്ത ചിത്രങ്ങളായിരിക്കും അതിൽ സ്കെച്ച് ബുക്കിൽ വരച്ച് കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സ്കെച്ച് ബുക്ക് തൊടാണ്ടിരിക്കരുത്. വാങ്ങിക്കുക, നല്ല നല്ല സ്കെച്ച് ബുക്കുകൾ വാങ്ങിക്കുക, അതിൽ ഫുള്ളായിട്ട് നിറങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കുക. കുറേ നല്ല നല്ല പുതിയ പുതിയ ഐഡിയാസ് ഫില്ല് ചെയ്യാൻ നോക്കാം. അത് നമ്മുടെ തോട്ട്സും ക്രിയേറ്റിവിറ്റിയും ഒരുപാട് ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി പോയിന്റ് നമ്പർ 4, ഓൾമോസ്റ്റ് എല്ലാ ബിഗിനർ ആർട്ടിസ്റ്റും ചെയ്തു വരുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ബൈയിങ് ടൂ മെനി ആർട്ട് സപ്ലൈസ്. ഒരുപാട് ആർട്ട് സപ്ലൈസ് വാങ്ങിക്കൂട്ടുക, അതിനുവേണ്ടി കുറേ പൈസ സ്പെൻഡ് ചെയ്യുക. എനിക്കും ഇനീഷ്യലി അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അതായത് നല്ല ആർട്ട് സപ്ലൈസ് വാങ്ങിച്ചു കഴിഞ്ഞെങ്കിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അതുപോലെ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതുപോലെ പെർഫെക്ഷൻ വരും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് ആ പെയിൻറ്റും അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ആ സെയിം മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നമ്മൾ വരച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ വരില്ല. ഇതൊക്കെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ആർട്ട് വർക്ക് നല്ലതായിട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇത് എന്നെക്കൊണ്ട് നടക്കുന്ന പണിയല്ല, അല്ലെങ്കിൽ ഞാൻ കുറേ പൈസ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, കുറേ പൈസ ഇതിന് വേണ്ടി കളഞ്ഞു, പക്ഷേ ഒന്നും ഒരു മാറ്റവും ഇല്ല, എൻ്റെ ആർട്ട് വർക്ക് ഒന്നും നന്നാവുന്നില്ല, നിർത്തിപ്പോവാം തോന്നിയിട്ട് അവിടെ നിർത്തിയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് എന്തായാലും നിങ്ങൾ ചെയ്യരുത്. ഈവൻ നമ്മൾ ആർട്ട് സപ്ലൈസ് ഒരുപാട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ വലിയ ബ്രാൻഡഡ് ആർട്ട് സപ്ലൈസ് വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഒരു പരിധിയിലപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ വർക്കിൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം ചെറിയ ബഡ്ജറ്റിൽ വരുന്ന മെറ്റീരിയൽസ് വാങ്ങി പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നാൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും, നിങ്ങളുടെ ആർട്ട് വർക്ക് നന്നായി വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് നല്ല ആർട്ട് സപ്ലൈസ് വാങ്ങിക്കാൻ നോക്കാം. ഇനി പോയിന്റ് നമ്പർ 5, കോപ്പിയിങ് വിത്തൗട്ട് ലേണിംഗ് ഫണ്ടമെൻ്റൽസ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെയിനായിട്ടുള്ള ഫണ്ടമെൻ്റൽസ്, ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്, ഒരു ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഷെയ്ഡിങ്, പ്രൊപ്പോർഷൻസ്, കളർ അണ്ടർസ്റ്റാൻഡിങ്, സ്കെച്ച് പ്രാക്ടീസ്. ഒരുപാട് റെഫറൻസ് ഇമേജസ് നമുക്കിപ്പോൾ പിൻട്രസ്റ്റ് നോക്കിയാൽ നമുക്ക് ഒരുപാട് റെഫറൻസസ് കിട്ടും. ഫണ്ടമെൻ്റൽസ് ഒന്നും നമ്മൾ പഠിക്കാൻ ശ്രമിക്കാതെ ഡയറക്റ്റ് അങ്ങനത്തെ എസ്തെറ്റിക് പിക്ചേഴ്സൊക്കെ നമ്മൾ പിൻട്രസ്റ്റൊക്കെ കയറി നോക്കി റെഫറൻസ് എടുത്തിട്ട് വരക്കാൻ നോക്കുമ്പം നമുക്ക് ചിലപ്പം അതേപോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ലൈറ്റിങ്, അതായത് നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് വരുമ്പം ഇപ്പം എൻ്റെ ഫേസിലേക്ക് ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ് വരുന്നത് ഒരു സൈഡിലേക്ക് ലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ ഷാഡോ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഷാഡോസിൻ്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഒബ്സേർവ് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ലൈറ്റിങ്ങിൻ്റെതും പ്രൊപ്പോർഷൻസും കളേഴ്സിൻ്റെ കോമ്പിനേഷൻസും കളേഴ്സ് മിക്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലൈറ്റ് ടു ഡാർക്ക് ഷെയ്ഡ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ഇത് പഠിച്ച് വന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് പഠിച്ച് വന്നിട്ട് വേണം നമ്മൾ ഒരുപാട് വലിയ വർക്കുകളൊക്കെ ചെയ്ത് നോക്കാൻ. ആദ്യം തന്നെ വലിയ വർക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞെങ്കിൽ നടക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ മതിയാക്കി പോകും. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് കുറച്ചെങ്കിലും പഠിക്കാൻ നോക്കുക, അത് പഠിച്ചിട്ട് മുമ്പോട്ട് പോവുക. ഇനി
പോയിന്റ് നമ്പർ 6, ഇഗ്നോറിങ് ബേസിക്സ് ബിക്കോസ് ദേ ഫീൽ ബോറിങ്. നമുക്കത് ഭയങ്കര ബോറായിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഷേപ്സ്, ഷെയ്ഡിങ്, ലൈൻ കൺട്രോൾ, കളർ തിയറി, അനാട്ടമി ബേസിക്സ് ഒക്കെ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. ഗ്രാജുവലി ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്കുകളിലേക്ക് പോവുക. ഇനി പോയിന്റ് നമ്പർ 7, വെയിറ്റിംഗ് ഫോർ മോട്ടിവേഷൻ ഇൻസ്റ്റെഡ് ഓഫ് കൺസിസ്റ്റൻസി. നമ്മൾ മോട്ടിവേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും മെനക്കെടില്ല. അതും വലിയൊരു മിസ്റ്റേക്കാണ്. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാ ദിവസവും നമുക്ക് വരച്ചുകൊണ്ടിരിക്കാൻ തോന്നണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ മോട്ടിവേഷൻ കിട്ടാനായി വെയിറ്റ് ചെയ്യും. അതായത് വരക്കാനുള്ള മൂഡ് വരുമ്പോൾ വരക്കാം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കെച്ച് ചെയ്യാൻ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ ഒക്കെ മൂഡ് വരുന്ന സമയത്ത് ചെയ്യാം എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ നീണ്ട് നീണ്ട് പോകുന്നല്ലാണ്ട് അതിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസീൻ്റെ കാര്യത്തിലാണ്. ചെറിയൊരു സമയമെങ്കിലും ഡെയിലി നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റിക്കഴിഞ്ഞെങ്കിൽ, അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞെങ്കിൽ, ആ ഒരു രീതിയിൽ നമ്മളതിനെ ബിൽഡ് ചെയ്തെടുക്കണം. അതായത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മടി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് വർക്കായ ഒരു കാര്യം പറയാം. എനിക്കും ഇനീഷ്യലി ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും ഫേസ് ചെയ്തതാണ് ഇനീഷ്യലി. അവിടുന്നൊക്കെ ഞാൻ പുൾ ഓഫ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തി മുമ്പോട്ട് വന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെ സ്കില്ലിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റിയത്. സ്റ്റിൽ എനിക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇത് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം എനിക്ക് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡെയിലി കുറച്ച് സമയമെങ്കിലും എൻ്റെ ഈ ഒരു ആർട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ചെറിയൊരു ആർട്ട് കോർണർ, എൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തു. പലപ്പോഴും നമുക്ക് വരക്കാൻ മടി തോന്നുന്നത് വരക്കുന്ന കാര്യം ആലോചിച്ചിട്ട് മാത്രം ആവണമെന്നില്ല. ചിലപ്പോൾ ആർട്ട് സപ്ലൈസ് ഒക്കെ ഒരിടത്തു നിന്ന് കൊണ്ടുവന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങാനുള്ള ഒരു പ്രിപ്പറേഷൻ ആലോചിക്കുമ്പോഴായിരിക്കും മിക്കവർക്കും ഇന്ന് വേണ്ട നാളെ ആവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കാം. എനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പെയിൻറ്റും ബ്രഷും പേപ്പറൊക്കെ എവിടെയെങ്കിലും കാർഡ്ബോർഡ് ബോക്സിലോ കബോർഡിലോ ഒക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ അത് പൊടിയൊക്കെ തട്ടിയെടുത്ത് തുടങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ആകുമ്പം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതേ മൊത്തത്തിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് നമ്മുടേതായിട്ടുള്ള ഒരു കുഞ്ഞ് ആർട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വലിയ മുറിയാവണമെന്നൊന്നുമില്ല. ചെറിയൊരു ടേബിളോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കോർണർ ആയാലും മതി. നിങ്ങളുടെ കയ്യിലുള്ള ആർട്ട് സപ്ലൈസ് ഒക്കെ ഒന്നിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. പെട്ടെന്നൊരു ഐഡിയ വരുമ്പോൾ അല്ലെങ്കിൽ വരക്കണമെന്ന് തോന്നുമ്പോൾ ഒട്ടും സമയം കളയാതെ അപ്പം തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇത് പ്ലേസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ടൈം നമുക്ക് ഒഴിവാക്കാൻ പറ്റും, മടിയും മാറും. ആർട്ട് കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും മാറ്റം ഉണ്ടാവും. ഇനി അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, തിങ്കിങ് ടാലൻറ്റ് മാറ്റേഴ്സ് മോർ ദാൻ പ്രാക്ടീസ്. നമ്മൾ കാണുന്ന, നമ്മൾ അഡ്മയർ ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റും അവർക്കും ഒരു ബിഗിനർ സ്റ്റേജ് ഉണ്ടായിരുന്നു. ഒരാളും ജനിക്കുമ്പോൾ തന്നെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞതായിട്ട് ജനിക്കുന്നില്ല. നമ്മൾ അഡ്മയർ ചെയ്യുന്ന ഓരോ ആർട്ടിസ്റ്റും, അല്ലെങ്കിൽ നമ്മൾ അഡ്മയർ ചെയ്യുന്ന അത്രയും നല്ലൊരു പൊസിഷനിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെയും ഫെയിമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെയും അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്കിലാണ് അവരത് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവരെ എത്തിച്ചിട്ടുള്ളതെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക്സും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ജനിച്ചിട്ട് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം നമ്മുടെ കയ്യിലെത്തൂല. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പെൻസിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും അത് അടിപൊളിയായിട്ട് വരില്ല. ടാലൻറ്റ് ഓഫ് കോഴ്സ് നമുക്ക് ചെറിയൊരു ടാലൻറ്റ്, ഗോഡ് ഗിഫ്റ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ രീതിയിലുള്ള ടാലൻറ്റ് നമുക്കുണ്ടാവും. പക്ഷേ അതിനെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് അല്ലെങ്കിൽ പ്രാക്ടീസിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റക്കായി പോയത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ ഒപ്പീനിയൻസും കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ മിസ്റ്റേക്സിൽ ഏതാണ് നിങ്ങൾ കൂടുതലായിട്ടും ചെയ്തു വന്നിട്ടുള്ളത് എന്നുള്ളത് വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യാം. ഓൾഡ് ആർട്ട് വർക്ക്സ് നിങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളതും ഒന്ന് കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇന്ന് അഡ്മയർ ചെയ്യുന്ന
എല്ലാ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഫേമസ് പൊസിഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും സക്സസ് പോയിന്റിൽ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ഈ പറഞ്ഞ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സിലൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ടാവും. അതൊക്കെയും ആ ഒരു സ്ട്രഗിൾസൊക്കെയും അവർ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അവർ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് അവരെയൊന്നും അറിയില്ലായിരുന്നു. അവർ ചിലപ്പം ഏതെങ്കിലും ഒരു ഭാഗത്തൊന്നും അല്ലാതെ ആയിപ്പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങളെ ഈ ആർട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബിഗിനർ സ്റ്റേജിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് മതിയാക്കി പോവാൻ വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മതിയാക്കി പോയിട്ടുള്ള ആൾക്കാരോടൊക്കെയും ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയും ഈ ഒരു ജേർണിയുടെ ഒരു പാർട്ടായിട്ടുള്ള ഈ ഒരു പ്രോസസ്സിൻ്റെ ഒരു പാർട്ടായിട്ട് കണ്ടിട്ട് മുമ്പോട്ട് പോവാം. സ്റ്റക്കാവാം അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഉണ്ടാവാം, ഡിസപ്പോയിൻറ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതൊന്നും കാര്യമാക്കാണ്ട് അതൊക്കെയും ഫേസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവാം. നിങ്ങളെന്തായാലും ഒരു ദിവസം എന്തായാലും നല്ലൊരു പൊസിഷനിലെത്തും. നിങ്ങളെയും നിങ്ങളുടെ ആർട്ടും നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കും, ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യും. ട്രസ്റ്റ് മീ, അതിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. പ്രത്യേകിച്ച് നമുക്ക് അത് ആ ആർട്ടിനോട് അത്രയും പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ആളുകളും നമ്മളുടെ ആർട്ട് വർക്ക് കണ്ടിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഒരു മൊമെൻ്റ് ആണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്നും നോക്കാണ്ട് മുമ്പോട്ട് പോവുക. ഈ വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കോണ്ടന്റ് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻ്റായിട്ട് എഴുതാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.